87 സെന്റിമീറ്ററാണ് തൃശൂർ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയായ ദൈതയുടെ ഉയരം. പ്രകടനത്തിന്റെ ഉയരം കൊണ്ട് നാടോടി നൃത്തത്തിന്റെ കാഴ്ചക്കാരെ കീഴടക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കയ്യിലൊരു പോരുകോഴിയുമായി വിമൻസ് കോളേജ് ഗ്രൗണ്ടിലൂടെ തെക്ക് വടക്ക് നടക്കുന്ന ദൈത പെട്ടെന്ന് ആരുടെയും കണ്ണിലുടക്കും. 87 സെന്റിമീറ്ററാണ് ഉയരം. ആളുപുലിയാണ്, 2 കൂടപ്പിറപ്പുകളുടെ ചേച്ചിയാണ്. ചെറുപ്രായത്തിൽ തന്നെ ദ്വൈതയിൽ വളർച്ചാ ഹോർമോണുകളുടെ അഭാവമുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ചികിത്സയും തുടരുന്നുണ്ട്. ബൈ ബർത്തിൽ തന്നെ ചെറിയൊരു ഡെഫിഷ്യൻസി ഗ്രോത്തിൽ ഉണ്ടായിരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് കാരണം ഷോർട്ട് സ്ട്രെച്ചറായിട്ടാണ് അവൾ ഗ്രോത്ത് പിക്കപ്പ് ചെയ്യുന്നത്. ഈ വർഷം ഞാൻ എന്തായാലും വേണ്ടില്ല, കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കോർട്ട് ഓർഡർ എടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവൾ കളിച്ചു. ആ കളിച്ച് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. ഈ വക പ്രശ്നങ്ങൾ ഗവൺമെൻറ് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എങ്ങനെയാലും അടുത്ത വർഷത്തെ കലോത്സവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നത്തിന് ഇറങ്ങുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട്. ഞായറാഴ്ച രാവിലെ തുടങ്ങിയ മത്സരത്തിൽ പങ്കെടുക്കാൻ ദ്വൈതയും അച്ഛനും മാഷും ശനിയാഴ്ച പാതിരാത്രിയാണ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഞായറാഴ്ച പുലർച്ചെ തലസ്ഥാനത്തെത്തി. അപ്പീൽ അനുവദിച്ച് കിട്ടിയപ്പോൾ വൈകി. അതാണ് കാര്യം. പക്ഷേ ആ തിടുക്കമൊന്നും പ്രകടനത്തിൽ കണ്ടില്ല. നല്ലതുപോലെ കളിക്കാൻ പറ്റിയെന്നാണ് ദ്വൈത പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അല്ലല്ല, അത് കണ്ണകി എന്നുള്ള സിനിമല്ലേ, അതുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ കോഴിപ്പോര് നടത്തുന്ന ആ കോഴി അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. കണ്ണകിയുടെ കഥയാണ് ദ്വൈത വേദിയിൽ അവതരിപ്പിച്ചത്. ദ്വൈത എന്നാൽ ദേവത എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. ബിലൗഡ് എന്ന് ഇംഗ്ലീഷിലും പറയാം. ദ്വൈത പ്രിയപ്പെട്ടവള. കലോത്സവ വേദിയിൽ നിന്നും എസ് ലല്ലു, ന്യൂസ് 18.